മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീടുകളിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഏവരും. എന്നാൽ ഏവർക്കും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പല കാരണങ്ങൾ കൊണ്ടും ലഭിച്ചില്ല എന്ന് വരുന്നതാണ്. എന്നാൽ ചില വ്യക്തികൾക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ നിറഞ്ഞു നിൽക്കുകയും അവരിൽ അത് പ്രകടമാവുകയും ചെയ്യും. ഇത്തരം ചില സാഹചര്യങ്ങളിൽ അഥവാ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം കാണുന്നതായ ചില ജീവികളെ കുറിച്ച് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായ പക്ഷിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മൂങ്ങയാണ്. മൂങ്ങ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്. അതിന് കാരണം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ വാഹനമാണ് മൂങ്ങ. മൂങ്ങയെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ മഹാലക്ഷ്മി ദേവി ആ വീടുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥമായി പരാമർശിക്കുവാൻ സാധിക്കുക. ദേവി പ്രവേശിച്ചു എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ രാത്രി സമയങ്ങളിലാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ മഹാലക്ഷ്മി ദേവി ആ വീടുകളിൽ നിന്നും പടിയിറങ്ങുകയാണ് എന്നതിൻ്റെ സൂചനയാണ്. അതിനാൽ മൂങ്ങയെ പകൽ സമയം കാണുന്നത് ശുഭകരവും രാത്രി കാണുന്നത് ദോഷകരവുമായി പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊരു പക്ഷിയായി പരാമർശിക്കുന്നത് തത്തയാണ്. തത്തയെ ഏവർക്കും ഇഷ്ടമാണ് എന്നതാണ് വാസ്തവം. എന്നാൽ വീടുകളിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്നതായ ഒരു പക്ഷിയാണ് തത്ത. തത്ത ഏവരുടെയും വീടുകളിൽ വരണം എന്നില്ല. എന്നാൽ വിപരീതമായി നിങ്ങളുടെ വീടുകളിൽ തത്തയെ കാണുകയാണ് എങ്കിൽ, തത്ത വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നു. ആ വീടുകളിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കാം. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് തത്തയെ നിങ്ങളുടെ വീടുകളിൽ കാണുക എന്നത്. ഏറ്റവും വിശേഷമായി തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് ഉപ്പനാണ്. ഉപ്പന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം എല്ലാ വീടുകളിലും ഉപ്പനെ കാണുവാൻ സാധിച്ചു എന്ന് വരുന്നതല്ല. ഉപ്പൻ നിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അഥവാ ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം ആ വീടുകളിലുണ്ട് എന്നതിൻ്റെ അർത്ഥം തന്നെയാണ്. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഉപ്പനെ വീടുകളിൽ കാണുന്നത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. എന്നാൽ ഉപ്പനെ പ്രത്യേകിച്ചും നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് ഉപ്പനെ കാണുകയോ അല്ലെങ്കിൽ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷവും അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു ലക്ഷണവുമായി പരാമർശിക്കാം. അതിനാൽ ആ വീടുകളിൽ എത്ര ദുരിതങ്ങളുണ്ട് എങ്കിൽ പോലും അതിൽ നിന്നും കര കയറുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊരു ജീവി കീരിയാണ്. കീരിയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട്. സാക്ഷാൽ കുബേര ദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ജീവിയാണ് കീരി. അതിനാൽ തന്നെ കീരിയെ നിങ്ങളുടെ വീടുകളിൽ കാണുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമായി പരാമർശിക്കുവാൻ സാധിക്കും. കീരിയെ കാണുന്നത് പ്രത്യേകിച്ചും വടക്ക് ദിശയിലാണ് എങ്കിൽ ഇരട്ടി ഭാഗ്യം തന്നെ അഥവാ നേട്ടങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ അനുഭവിക്കുന്നതായ പലവിധ ദുഃഖ ദുരിതങ്ങൾക്കോ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊന്ന് കറുത്ത ഉറുമ്പാണ്. കടിക്കാത്തതായ കറുത്ത ഉറുമ്പിനെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ആ വീടുകളിലേക്ക് പ്രത്യേകിച്ചും പലവിധ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നു ചേരുകയോ വർദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ തുടർന്നും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നിത്യവും മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും നിങ്ങൾ ചെയ്യുന്നതായ ബിസിനസ് ആണ് എങ്കിലും തൊഴിലാണ് എങ്കിലും ആ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക. ഇനി അഥവാ ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ
ആ കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. മറ്റൊന്ന് കുരുവിയാണ്. കുരുവിയെ വീടുകളിൽ കാണുന്നത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്. ധാരാളമായി കുരുവികൾ നിങ്ങളുടെ വീടുകളിൽ വരുന്നത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ ഉള്ളതിനാൽ കൂടിയാണ്, മഹാലക്ഷ്മി സാന്നിധ്യത്താൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ നിത്യവും മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം നാൾക്ക് നാൾ ഇരട്ടിക്കുകയും ചെയ്യുന്നതാണ്. മറ്റൊന്ന് ചെറു കിളികളാണ്. പ്രത്യേകിച്ചും ചെറു കിളികളുടെ ശബ്ദം കേട്ടുകൊണ്ട് അതിരാവിലെ ഉണരുവാൻ സാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. കൂടാതെ സന്ധ്യാസമയത്ത് ഇവയെ കാണുന്നതും ശുഭകരമാകുന്നു. പ്രത്യേകിച്ചും സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ധനസ്രോതസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്രോതസ്സുകളിൽ നിന്നോ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിന്റെ സൂചനയായും ഇതേക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയാണ് ഇത്. മറ്റൊന്ന് മഞ്ഞക്കിളിയാകുന്നു. മഞ്ഞക്കിളി നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. മഞ്ഞക്കിളിയെ നേരിട്ട് കാണുവാൻ സാധിക്കുന്നത് പോലും വളരെ വിശേഷമാകുന്നു. ഏവരുടെയും വീടുകളിൽ ഈ പക്ഷി വരണം എന്നില്ല. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി നിങ്ങളുടെ ഭവനങ്ങളിൽ ഉള്ളതിനാൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ലക്ഷ്മി നാരായണ കടാക്ഷം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ മഞ്ഞക്കിളി വീടുകളിൽ വരുന്നതും ഏറ്റവും വിശേഷമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഈ പരാമർശിച്ചിരിക്കുന്നതായ ജീവികളിൽ, പക്ഷികളിൽ ഏതെങ്കിലും ഒരു പക്ഷിയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ വരുന്നത് നിങ്ങളുടെ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. അതിനാൽ നിത്യവും നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുക. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലാണ് എങ്കിലും നിങ്ങൾ സാധിക്കുന്നതായ അവസരങ്ങളിൽ എല്ലാം തന്നെ ദർശനം നടത്തുക. അതോടൊപ്പം നിത്യവും മഹാലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നതും വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു. ഇന്നേ ദിവസം ഭദ്രദീപം കൂടി തെളിയിക്കുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം ദേവിക്ക് മധുരപലഹാരങ്ങൾ സമർപ്പിക്കുന്നതും കൂടാതെ ഇന്നേ ദിവസം ദേവിക്ക് പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക.